പ്രൈസ് ദി ലോർഡ്. കരങ്ങളുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ എല്ലാ നല്ല സാവകാശത്തിനായിട്ട് ഞാൻ കർത്താവിന് എല്ലാ മാനവമഹത്വം കരയറ്റുകയാണ്. ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബിൻ എലീഷ, ഈ ദൈവസഭയിലെ എല്ലാ ദൈവമക്കൾക്കും ലീഡേഴ്സിനും എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് എബിൻ ജോർജ് എന്നാണ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിലധികമായിട്ട് UK-യിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഞങ്ങളുടെ മിനിസ്ട്രി കുവൈറ്റിലും UK-യിലും കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വയനാട്ടിലാണ്. വയനാട് മലബാറിൽ ദൈവസഭകളെയൊക്കെ സ്ഥാപിപ്പാനും ഞാൻ കൂടുതൽ സമയം വയനാട്ടിലും UK-യിലുമായിട്ടായിരിക്കും നിൽക്കുന്നത്. എൻ്റെ സ്വന്തം സ്ഥലം ഇവിടെ അടൂരാണ്. ദൈവത്തിൻ്റെ വിശിഷ്ടതകൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. വയനാട് മറ്റൊരു മലയാളം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? നമ്മൾ കേട്ടിട്ടില്ലാത്ത വേറൊരു മലയാളമുണ്ട്. ഉണ്ടല്ലേ? വണ്ടർഫുൾ. അവരുപയോഗിക്കുന്ന വേറൊരു ലാംഗ്വേജാണ്. അവരുടെയൊക്കെ ആ ട്രൈബൽസിൻ്റെയൊക്കെ ഇടയിൽ കർത്താവിൻ്റെ ദാസന്മാരെ ആക്കി വയ്ക്കുകയും വേലകൾക്ക് നേതൃത്വം നൽകാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശിഷ്ടതകൾക്ക് നന്ദി. കര ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. കഴിഞ്ഞ ഡിസംബർ തൊട്ട് നോൺ സ്റ്റോപ്പ് മീറ്റിങ്ങുകളായിരുന്നു. എനിക്ക് തോന്നുന്നു 15-ാം തീയതി തൊട്ട് കഴിഞ്ഞ ഈ ദിവസങ്ങൾ വരെ ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ മീറ്റിങ്ങുകളായിരുന്നു. ഞാൻ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ദിവസം ഒഴിച്ചാൽ ബാക്കിയെല്ലാം മീറ്റിങ്ങുകളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ത്രോട്ടിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും കർത്താവ് ബലപ്പെടുത്തുമെന്നുള്ള വിശ്വസ്തതയിൽ പ്രാർത്ഥനയിൽ നിങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നു. ആ കണ്ണുകളൊക്കെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം ഒന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. യേശു എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചു. ഉന്നം വച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോ കാക്കും കരങ്ങളിൽ നമ്മെ മൂടി മറച്ചു. ചേർന്ന് പാടിക്കേ. കൺമണി പോ, കൺമണി പോ കാക്കും കരങ്ങളിൽ നമ്മെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ അക്കരമെല്ലാം ഉയർത്തി പാടുകേ. ഇന്നയോളം എന്നെ താങ്ങിയ നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിനക്കെതിരായി വരും ആയുധം. നിന്റെ ഉടയവൻ, നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൽ നീ. എല്ലാ കരങ്ങളും ഉയർത്തി. നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസൻ. അതുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച അപ്പന് ആരാധന, ആരാധന, ആരാധന. ശബ്ദം ഉയർത്തി യേശുവിന് ആരാധന. ഓ ആരാധന, ആരാധന.
നല്ല കർത്താവിന് അല്പനിമിഷങ്ങളെ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. ഉന്നം വെച്ച വൈരിയുടെ നടുവിൽ അവൻ കണ്ണിന്റെ കൃഷ്ണമണി പോലെ പരിപാലിച്ച അക്കരവടിച്ച് ശക്തിയോടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകലിൽ ശത്രുവിന്റെ പദ്ധതികൾ പൊളിയട്ടെ. നിനക്കെതിരായി പിശാച് കെട്ടിയിരിക്കുന്ന കെട്ടുകൾ, അവന്റെ പദ്ധതികൾ യേശുവിൻ നാമത്തിൽ, in the name of Jesus. കരവടിക്കുന്നവർ ചൊവ്വയടിച്ച അല്പനിമിഷങ്ങൾ ആധാരം തുറന്ന് ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. കവിഞ്ഞ് പെരുവള്ളങ്ങൾ, കവിഞ്ഞുയർന്നു വന്ന പെരുവള്ളങ്ങൾ നിന്റെ അടുക്കൽ വരാതെ വണ്ണം പരിപാലിച്ച നല്ല ദൈവത്തിന് ഹോളി സ്പിരിറ്റ്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിമിഷം ഞങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ ശബ്ദം ഞങ്ങളുടെ നടുവിൽ മുഴങ്ങണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. വേഗത്തിൽ എടുത്ത ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 3 വേഴ്സസ് 15 and 28. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യവും 28-ാമത്തെ വാക്യവും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യവും 28-ാമത്തെ വാക്യവും. ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. നെബൂഖദ്നേസർ ചോദിച്ച അടുത്തൊരു ചോദ്യമാണ്, നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ദേവനാരാണ്? വാട്ട് ഗാഡ് ഈസ് ദേർ ഹു ക്യാൻ ഡെലിവർ യു ഔട്ട് ഓഫ് മൈ ഹാൻഡ്സ്? നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ദേവനാരാണെന്ന്. അതേ നെബൂഖദ്നേസർ 28-ാമത്തെ വാക്യം എത്തിയപ്പം അതേ നെബൂഖദ്നേസർ പറയുകയാണ്, ഉണ്ട്, ശത്രുക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ഒരു ദൈവമുണ്ട്, അവരുടെ ദൈവം വാഴ്ത്തപ്പെട്ടവനാണെന്ന്. ശത്രുക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവനാണെന്ന്. ആമേൻ. സ്തോത്രം. എൻ്റെ മുൻപിൽ സമയം ഒത്തിരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി വേഗം ആയിരിക്കും ഓടുന്നത്. എൻ്റെ മലയാളം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ. സ്തോത്രം. 3 ചെറുപ്പക്കാരെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി പിടിച്ചിട്ട് നെബൂഖദ്നേസർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് വല്ല ദൈവം ഉണ്ടോന്ന്? നിങ്ങൾക്ക് വല്ല ദൈവം ഉണ്ടോന്ന്? നിങ്ങൾക്ക് വല്ല ദൈവം ഉണ്ടോന്ന്? അതേ നെബൂഖദ്നേസർ പറഞ്ഞു, ഉണ്ട്, ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ഒരു ദൈവം ഉണ്ടെന്ന്. ഇന്ന് പകലിലും നമ്മിൽ പലരും കേൾക്കുന്നൊരു ചോദ്യമാണ്, നിനക്കൊരു ദൈവം സത്യമായിട്ടും ഉണ്ടോന്ന്? പ്രാർത്ഥിക്കുന്ന നിനക്ക്, ആരാധിക്കുന്ന നിനക്ക്, ഞായറാഴ്ച പുഷ്ടം എടുത്തുകൊണ്ട് ഇറങ്ങുന്ന നിനക്ക്, വെള്ളിയാഴ്ച ആമേൻ സ്തോത്രം ആരാധനയ്ക്ക് പോകുന്ന, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്ന നിനക്ക് ഒരു ദൈവം ഉണ്ടോന്ന്? ദൈവം ഉണ്ടോന്ന് ഇന്നലകളിൽ നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, ഇന്നുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇനി നാളുകളിൽ കേൾക്കാൻ സാധ്യതയുള്ളവരുണ്ട്. അവരോട് ഞാനൊരു ദൂത് കൈമാറാൻ, സത്യമായിട്ട് നമുക്കൊരു ദൈവം ഉണ്ടെന്ന്. നിങ്ങൾക്കൊരു സന്തോഷമില്ലെന്ന് തോന്നുന്നു. ആ സ്തോത്രം കേട്ടിട്ടൊരു സന്തോഷമില്ലെന്ന് തോന്നുന്നു. ആമേൻ. ധൈര്യത്തോടെ കര ഉയർത്തിയിട്ട് പറ, എനിക്കൊരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന്. ആമേൻ. നെബൂഖദ്നേസറെ നിന്റെ കരത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ളൊരു ദൈവം ആമേൻ സ്തോത്രം സ്വർഗത്തിൽ നമുക്കുണ്ടെന്ന്. ഒരിക്കൽ സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് ഹെരോദാവ് നീട്ടിയ കരത്തിനകത്ത് ആദ്യം യാക്കോബിനെ ലഭിച്ചു. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദകരമായി എന്ന് കണ്ടപ്പോൾ ഒരു പൊളിറ്റിക്കൽ മൂവ് ഹെരോദാവ് നടത്തുകയാണ്. ദാറ്റ് വാസ് എ പൊളിറ്റിക്കൽ മൂവ്. ഒരു പൊളിറ്റിക്കൽ മൂവ്. കാര്യം യഹൂദന്മാരെ ഒന്നുകൂടെ പ്രസാദപ്പെടുത്താൻ വേണ്ടി വീണ്ടും കരം നീട്ടിയ കരത്തിൽ അടുത്തത് ലഭിച്ചത് പത്രോസിനെയാണ്. പത്രോസിനെ വാളുകൊണ്ട് കൊല്ലാൻ വേണ്ടി കാരാഗ്രഹത്തിൻ്റെ അകത്ത് 4 ചേവകരുള്ള അവൻ കാവൽ പടയാളികളുടെ അകത്തെ കാവലിൽ പത്രോസിനെ ഇങ്ങനെ കാവൽ കാത്തുകൊണ്ടിരുന്നപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പത്രോസിനെ ഇങ്ങനെ കാവൽ കാത്തുകൊണ്ടിരുന്നപ്പോൾ സഭ പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോയെന്നല്ല പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. സഭ ഭരണപക്ഷത്തിൻ്റെ MLA കാണാൻ പോയെന്നല്ല പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന്. അമ്മൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. സഭ പിക്കറ്റിങ്ങിന് പോയില്ല, സഭ ധർണ നടത്താൻ പോയില്ല. അമ്മൻ സ്തോത്രം. സഭ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലിനും പോയില്ല. ജോബിൻ പാസ്റ്ററെ, സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വെളിപ്പെട്ടപ്പോൾ ഉയരത്തിന് ദൈവം കാരാഗ്രഹത്തിൻ്റെ അകത്ത് ദൂതനെ ഇറക്കിയെങ്കിൽ ഇന്ന് പകലിലും ദൈവസഭയോട് ഞാനൊരു ദൂത് കൈമാറാം. ഭരണപക്ഷത്തെയും കൂട്ടുപിടിക്കേണ്ട, പ്രതിപക്ഷത്തെയും കൂട്ടുപിടിക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലവും ദൈവസഭയ്ക്ക് ആവശ്യമില്ല. അവൻ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ, മുഴങ്ങാനും അടക്കാൻ അവൻ ഒരു കൂട്ടം ജനത കൂടെയുണ്ടെങ്കിൽ അവൻ കാരാഗ്രഹത്തിൻ്റെ അകത്തളങ്ങളിലും
ദൂതനെ ഇറക്കാൻ കഴിവുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് ആ ദൈവത്തിന് ആരാധന കൊടുത്തിട്ട് പറ. കേട്ടെ 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 കേട്ടെ. ആമേൻ, സ്തോത്രം. കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിലേക്ക് ദൂതൻ ഇറങ്ങി വന്നു. കരത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു കാര്യമെന്ന് പറയാനാണ് ഞാനിങ്ങനെ ഓടിപ്പോകുന്നത്. കാരാഗ്രഹത്തിന്റെ അകത്ത് ദൂതൻ ഇറങ്ങിയിട്ട് പത്രോസിന്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. പത്രോസ് എഴുന്നേറ്റ്. ചങ്ങലയെല്ലാം കൂടെ അഴിഞ്ഞു താഴെ വീണ് പത്രോസ് എഴുന്നേറ്റ് ദൂതന്റെ പുറകെ നടന്നു. ആമേൻ, പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നൊരു വാക്കിങ്ങനാണ്, ഒന്നാം പറഞ്ഞ് വാതിലെല്ലാം ഒന്നാം കാവൽ കടന്നു, രണ്ടാം കാവൽ കടന്നു. അതിൻ്റെ അർത്ഥം he crossed the first guard and he crossed the second guard. എൻ്റെ ജോബിൻ പാസ്റ്ററെ, പത്രോസ് കടന്നത് വാതിലല്ല, പത്രോസ് കടന്നത് കാവലാണ്. പത്രോസ് കടന്നത് ആമേൻ 1-ാം നൂറ്റാണ്ടിൻ്റെ ഉണർവ് തച്ച് തകർക്കാൻ വേണ്ടി. ആമേൻ, സ്തോത്രം. ആമേൻ, ഉണർവിന് നേതൃത്വം കൊടുത്ത പത്രോസിനെ ഇല്ലാതാക്കാൻ വേണ്ടി 1-ാമത്തെ കാവലിട്ട് പൂട്ടിയെങ്കിൽ, 2-ാമത്തെ കാവലിട്ട് പൂട്ടിയെങ്കിൽ ദൂതന്റെ പ്രത്യേകത കാവല് കടത്തി തമ്പുരാൻ പുറത്തെടുക്കും. എവിടെയോ നിന്റെ വാഗ്ദത്തങ്ങൾക്ക് പിശാച് പൂട്ടിട്ടെങ്കിൽ, എവിടെയോ നിന്റെ തലമുറകൾക്ക് പിശാച് കാവലിട്ടെങ്കിൽ, എവിടെയോ നിന്റെ ഭാവിക്ക് പിശാച് കാവലിട്ടെങ്കിൽ, ഇന്ന് പകൽ ഈ ആരാധനയുടെ നടുവിൽ ചില കാവലുകൾ പൊളിക്കുന്നുണ്ട്. കമാൻ, വിശ്വസിക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ കരവടിച്ച ദൈവത്തിന് ആരാധന കൊടുത്ത മക്കളെ, ചില കാവലുകൾ ദൈവം പൊളിക്കും. നിനക്ക് വിരോധമായി ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ചില കാവലുകൾ break down. Amen. Some guards, അവൻ ചില കാവലുകളെ കേട്ടെ. പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ സദവെ തുറന്ന് പത്രോസ് പുറത്തിറങ്ങിയപ്പോൾ പത്രോസിന് പെട്ടെന്നുണ്ടായൊരു വെളിപ്പാടുണ്ട്. ആമേൻ, സ്തോത്രം. പത്രോസിന് പെട്ടെന്നുണ്ടായൊരു വെളിപ്പാട് ഇങ്ങനെയാണ് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. പത്രോസിനെ യഹൂദ ജനത്തിന്റെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? വീട്ടിൽ പോയിരുന്ന് വായിക്കണം. പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞൊക്കെ ഉണ്ടോ എന്ന്. ആമേൻ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷകളുടെ അകത്ത് നിന്നും. അതിൻ്റെ അർത്ഥം ജോബിൻ പാസ്റ്ററെ, കർത്താവ് വിടുവിക്കാൻ പോകുന്നത് നെബൂഖദ്നേസറിന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല, ചിലരുടെ പ്രതീക്ഷയ്ക്കകത്തു നിന്നും. മക്കളെ, ഞാനിങ്ങനെ പറയും, ചിലർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകളുടെ അകത്ത് നിന്ന്, നിരൂപണങ്ങളുടെ അകത്ത് നിന്ന്, നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്ന് ആരാണ്ടൊക്കെ ചിന്തിച്ചില്ലേ? നീ ഒരിക്കലും ഉയരത്തില്ലെന്ന് ആരാണ്ടൊക്കെ ചിന്തിച്ചില്ലേ? അയ്യോ, നിന്റെ വീട്ടുകാരും നിന്റെ നാട്ടുകാരും നിന്റെ കൂടെയുള്ളവരൊക്കെ പ്രതീക്ഷിച്ചില്ലേ അവൻ തകർന്നു പോകുമെന്ന്? ഖമാൺ, അവരുടെ പ്രതീക്ഷകളുടെ അകത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ വിടുവിക്കാൻ കരുത്തുണ്ടെന്ന് പറഞ്ഞാൽ ഓടി വരണേ. ശ്രദ്ധിക്കണേ. അമ്മൻ, അതുകൊണ്ട് അമ്മൻ, സ്തോത്ര. സങ്കീർത്തനങ്ങൾ 3:2 ദാവീദ് ഇങ്ങനെ എഴുതി വെച്ചു. സങ്കീർത്തനങ്ങൾ 3:2 നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്താൽ മതി. പിന്നെ വീട്ടിൽ പോയിരുന്നു നിങ്ങൾ വായിച്ചോ, നേരെയില്ല, അതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. Psalms 3:2 ഇങ്ങനെ എഴുതി വെച്ചു. ആമേൻ, അവന് ദൈവത്തിങ്കൽ പോലും രക്ഷയില്ലെന്ന് എന്നെ കുറിച്ച് പലരും പറഞ്ഞു. മക്കളെ, ദാവീദിനെ കുറിച്ച് പലരും ഒരു അഭിപ്രായം പറഞ്ഞു. ബ്രദറെ, ദാവീദിനെ കുറിച്ച് പലരും ഒരു അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം എന്നാണെന്നറിയാമോ? അവന് ദൈവത്തിങ്കൽ പോലും രക്ഷയില്ലെന്ന് അഭിപ്രായം പറഞ്ഞവരുടെ മുൻപിൽ ദാവീദ് അടുത്ത സെന്റൻസിൽ ഇങ്ങനെ ഒരു വാക്ക് എഴുതി വെച്ചു: നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ തല ഉയർത്തുന്നവനുമാണെന്ന്. അഭിപ്രായം പറഞ്ഞവരുടെ മുൻപിൽ നിനക്കെതിരെ അഭിപ്രായം പറഞ്ഞവരുടെ മുൻപിൽ നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവം കൂടുണ്ടെന്ന്, നിനക്ക് ചുറ്റും പരിചയമായ ഒരു ദൈവം കൂടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരവടിച്ച ദൈവത്തിന് ആരാധന കൊടുത്തിട്ട് പറ: എന്നെ പുറത്തെടുക്കാൻ കഴിവുള്ള Holy Ghost, Lebrana Handel Kemaniadala Sandari Jalmana Handel Kemanagadaga Saidal Prabashmi. അഭിപ്രായം പറഞ്ഞവരുടെ മുൻപിൽ ദൈവം നിന്നെ മാനിക്കും. അതുകൊണ്ട് ഒരിക്കൽ ചേട്ടന്മാരെല്ലാം കൂടെ ദൂരത്ത് ചനിയനെ കണ്ടപ്പം ചേട്ടന്മാരിങ്ങനെ പരസ്പരം കാതി പറഞ്ഞ്, പാസ്റ്ററെ, അവൻ്റെ സ്വപ്നം എന്താവുമെന്ന് നമുക്ക് കാണാമെന്ന്, അവൻ്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്ക് കാണാമെന്ന്. യോസഫിനെ കുറിച്ച് ദോഥാനിൽ ആമേൻ ചേട്ടന്മാർക്കുള്ള പോവായിട്ട് പോയ യോസഫിനെ കുറിച്ച് ചേട്ടന്മാർ പറഞ്ഞു, അവൻ്റെ സ്വപ്നം എന്താകുമെന്ന്. മന്ത്രിച്ച് മക്കളെ, അവർ പ്രതീക്ഷിച്ച് അവൻ്റെ സ്വപ്നം എന്താകരുമെന്ന്. പക്ഷേ ചേട്ടന്മാരെ, നിങ്ങൾക്കറിയത്തില്ലല്ലോ, ഇത് അവൻ്റെ സ്വപ്നമല്ല, ഇത് ദൈവത്തിൻ്റെ സ്വപ്നമാണ്. പിടികിട്ടുന്നില്ല എൻ്റെ മക്കളെ? ഇത് നിൻ്റെ സ്വപ്നമല്ലടാ, ഇത് ദൈവത്തിൻ്റെ സ്വപ്നമാണ്. നീ ഉയരണമെന്നുള്ളത് ദൈവത്തിൻ്റെ സ്വപ്നമാണ്. നീ ആ വാഗ്ദത്തത്തിൽ പ്രവേശിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ സ്വപ്നമാണ്. ഖമാൻ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരവടിക്ക്. നിന്റെ തലമുറയെക്കുറിച്ചുള്ള ദുഷ്ട പിശാചിൻ്റെ പ്രതീക്ഷകൾ, നിന്റെ ചർച്ചക്കാരുടെ നടുവിലുള്ള ചില പ്രതീക്ഷകളെ ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം പൊളിക്കുന്നെന്ന് പറഞ്ഞാൽ, ഹോളി സ്പിരിറ്റ്
ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആ ദൈവശക്തി. മകളെ, ചില പ്രതീക്ഷകളെ പൊളിച്ചോണ്ട്, ചിലരെഴുതിയ വിധി എഴുത്തുകളെ പൊളിച്ചോണ്ട് ദൈവത്തിൻ്റെ മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെടുന്നത്. കാത്തിരിക്കുന്ന ചില കാത്തിരിപ്പുകൾക്ക് മറുപടി വെളിപ്പെടുമെന്ന് 2026 നിനക്ക് വേണ്ടി ദൈവാത്മാവ് അടയാളമായി ചിലത് ചെയ്യാൻ പോകുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ചിലത് അടയാളമായി, ചിലത് അടയാളമായി യേശുവിൻ്റെ നാമത്തിൽ. കേട്ടെ, അതുകൊണ്ട് പെട്ടെന്ന് നിർത്തണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴും ഓക്കെ, ഞാൻ എവിടെ കൊണ്ട് നിർത്താനാ? ഓക്കെ, അതുകൊണ്ട് യോസഫ് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്ക് യോസഫ് പറയാണ്: നിങ്ങൾ എനിക്ക് ദോഷമായിട്ട് നിരൂപിച്ചു, പക്ഷേ എൻ്റെ ദൈവമോ എനിക്ക് ഗുണമാക്കി തീർത്തെന്ന്. അതിൻ്റെ അർത്ഥം മനുഷ്യൻ ദോഷമായിട്ട് ചിന്തിക്കുന്നതിനെ പോലും ദൈവത്തിന് ഗുണമാക്കാൻ പറ്റും. ഡു യു ബിലീവ് ദാറ്റ്? നിനക്കെതിരെ ദോഷം നിരൂപിക്കുന്നതിനെ പോലും ദൈവത്തിന് ഗുണമാക്കാൻ പറ്റും. ആമേൻ പറയാമോ? നോക്കണേ, യഹൂദ ജനത്തിൻ്റെ പ്രതീക്ഷയിൽ നിന്നും അടുത്ത വാക്ക് പത്രോസ് പറയണേ: ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും എന്നെ എൻ്റെ ദൈവം വിടുവിച്ചെന്ന്. നെബൂഖദ്നേസർ ചോദിച്ച്, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ദൈവമുണ്ടോ? ഹെരോദാവ് ചോദിച്ച്, എൻ്റെ കരത്തിനകത്ത് നിന്ന് നിനക്ക് പുറത്തു പോകാൻ പറ്റുമോ? ഉണ്ടൊരു ദൈവം നമുക്കുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ. ആ കരമെല്ലാം ഉയർത്തി ഒരിക്കൽ കൂടെ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ല. ഇരു കരങ്ങളും ഉയർത്തി, മാറില്ലവൻ, മറക്കത്തില്ല കേട്ടോ, മയങ്ങില്ലവൻ. അധരം തുറന്ന് പറയാമോ? ഈ ദൈവം എൻ്റെ, ഓ ഈ താതൻ എൻ്റെ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ. കേട്ടെ കേട്ടെ കേട്ടെ, അടുത്തിരിക്കുന്നൊക്കെ കൈ കൊടുത്തിട്ട് മുഖത്ത് നോക്കി ചിരിച്ചോണ്ടൊന്ന് പറഞ്ഞ്, സത്യമായിട്ട് നമുക്കൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു. ഈ ദൈവത്തെ ആരാധിക്കുന്ന 3 ചെറുപ്പക്കാരുടെ നേരെ ഒരിക്കൽ കൽദയർ വന്നിട്ട് പറഞ്ഞു, താങ്ക് യു മോനെ. കൽദയർ വന്നിട്ട് പറഞ്ഞു, നെബൂഖദ്നേസറിന്റെ അടുക്ക് കൽദയർ വന്നിട്ട് പറയാണ്, verses 8 onwards, book of Daniel chapter 3 verses 8 onwards. കൽദയർ പറഞ്ഞു, അവര് യഹൂദന്മാരെ കുറ്റം ചുമത്തി. ആരെയാ കുറ്റം ചുമത്തിയ? യഹൂദന്മാരെ. പക്ഷേ സത്യമായിട്ട് 11:45 തന്നെ നിർത്തണം അല്ലേ? 11:45 തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ഓക്കെ ഓക്കെ. കൽദയർ വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി. ആരാ കൽദയർ? ഹൂ ഈസ് കൽദയൻസ്? അങ്ങ് മെസൊപ്പൊട്ടേമിയ കാലം മുതൽ അബ്രഹാമിൻ്റെ കാലമൊക്കെ പഠിച്ചു വന്നാൽ കൽദയർ എന്ന് പറയുന്നത് ഊമവിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുന്ന, സത്യദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലാത്ത, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ആരാധിക്കുന്നവരാണ് ആര്? കൽദയർ എന്ന് പറയുന്നത്. അവർക്ക് സത്യദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമോ സത്യദൈവം ആരാണെന്നുള്ള പരിജ്ഞാനമൊന്നും അവർക്ക് ഇല്ല. അവർ വന്നിട്ട് ആരെ കുറ്റം ചുമത്തി? യഹൂദന്മാരെ കുറ്റം ചുമത്തി. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നതാണ്? സ്തുതിക്കുന്നവൻ. സ്തുതിക്കുന്നവനെതിരെ അവൻ ഊമവിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെന്ത് ചെയ്യാൻ തുടങ്ങി? കുറ്റം ചുമത്താൻ തുടങ്ങി. ഞാനൊരു ദൂത് ഒന്ന് കൈമാറാമേ. സ്തുതിക്കുന്നവനെതിരെ ആര് കുറ്റം ചുമത്തിയാലും, സ്തുതിക്കുന്നവനെതിരെ ആര് ആരോപണങ്ങൾ ഉന്നയിച്ചാലും അന്തിമ വിജയം ആരാധിക്കുന്നവൻ്റെ കൂടെയാണ്.
അന്തിമ വിജയം സ്തുതിക്കുന്നവൻ്റെ ഒപ്പമാ. അതുകൊണ്ട് ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 1:19 ഇരമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ നിന്നോട് യുദ്ധം ചെയ്യും. അതിൻ്റെ അർത്ഥം മക്കളെ, നമുക്ക് യുദ്ധമുണ്ട്, നമുക്ക് പോരാട്ടമുണ്ട്. പക്ഷേ അടുത്ത വാക്യം എങ്കിലും അവർ നിന്നെ ജയിക്കുകയില്ല താനും. കാര്യം എന്നറിയാമോ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഒരു മഹാവീരനെ പോലെ, ഒരു യുദ്ധവീരനെ പോലെ നിന്റെ കൂടെയുള്ളത് കൊണ്ട് എന്തെല്ലാം പ്രതിസന്ധികൾ നിനക്കെതിരെ വന്നാലും, ഏതെല്ലാം പ്രതികൂലങ്ങൾ നിനക്കെതിരെ വന്നാലും, സ്തോത്ര, അന്തിമ വിജയം ആരാധിക്കുന്നവൻ്റെ കൂടെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണമേ. അതുകൊണ്ട് ഒരിക്കൽ ഒരു ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് പറയുകയാണ്: അച്ഛാ, എനിക്ക് അച്ഛനോട് ഒത്തിരി സ്നേഹമുണ്ട്, അച്ഛനോട് ഒത്തിരി കരുതലൊക്കെ ഉണ്ട്, ഐ ലവ് യു സോ മച്ച് എന്നൊന്നും പുസ്തകത്തിലില്ല, എൻ്റെ ചിന്തയാണ്, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറഞ്ഞത്. ഓക്കെ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ആമേൻ, അവൻ സാക്ഷാൽ ഒരു യഹൂദ വംശജനാകുന്നുവെങ്കിൽ ആരാ പറഞ്ഞെന്നറിയാമോ? ആമേൻ, ഹാമാൻ്റെ ഭാര്യ സേരസ് വന്നിട്ട് ഹാമാനോട് പറയുകയാണ്: അച്ഛൻ ഉണ്ടാക്കിയ കഴുമരം കൊള്ളാം, അച്ഛന് മൊർദെഖായിക്കെതിരെ ഉണ്ടാക്കിയ എല്ലാ പദ്ധതികളും എല്ലാം നല്ലതാണ്. പക്ഷേ അവൻ സാക്ഷാൽ ഒരു യഹൂദ വംശജനാകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ഇപ്പോഴും അധരത്തിൽ സ്തുതി ചുമക്കുന്ന ഒരുത്തനാണെങ്കിൽ, അവൻ പ്രാർത്ഥിക്കുന്ന ഒരുവനാണെങ്കിൽ, അവൻ ഉപവസിക്കുന്ന ഒരുവനാണെങ്കിൽ, നീ അവൻ്റെ മുൻപിൽ വീഴാൻ തുടങ്ങിയെന്ന്. അടുത്തത് സ്വന്തം ഭാര്യ ഭർത്താവിനോട് പറയുകയാണേ: നീ അവനെ ജയിക്കുകയില്ല താനുവെന്ന്. കാര്യം, പ്രാർത്ഥിക്കുന്നവനെ പരാജയപ്പെടുത്താൻ ഉലകത്തിലെ ഒരു ശക്തികൾക്കും കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ, ആരാധിക്കുന്നവനെ പരാജയപ്പെടുത്താൻ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ആരാധനയെങ്കിൽ നിനക്കെതിരെ ഉണ്ടാക്കിയ ചില രേഖകൾ, ചില കഴുമരങ്ങൾ ഇന്ന് പകൽ നിഷ്ഫലമാകട്ടെ. Holy Spirit. ശ്രദ്ധിച്ചേ, ആരാധിക്കുന്നവന്റെ മുൻപിൽ ഹാമാന്റെ കഴുമരം വീഴും. ആരാധിക്കുന്നവന്റെ മുൻപിൽ എരിഹോവിന്റെ മതിലുകൾ വീഴും. ഒരിക്കൽ 40 ദിവസങ്ങൾ ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ടൊരു മല്ലൻ നിൽക്കുകയാണ്. അവന്റെ പേര് ഗോലിയാത്ത് എന്നാണ്. എല്ലാ താഴ്വരയിൽ 40 രാത്രങ്ങൾ ഇസ്രായേലിനെ വെല്ലുവിളിച്ചൊരു മല്ലൻ ഗോലിയാത്ത്. ഇസ്രായേലിന്റെ പ്രഥമ രാജാവ് ആരാണ്? ആദ്യത്തെ രാജാവ് പറ. ശൗല്. ഏത് ഗോത്രക്കാരനാണ്? ബെന്യാമിൻ ഗോത്രക്കാരൻ. മക്കളെ, കിരീടമുണ്ട്, ചെങ്കോലുണ്ട്, രാജസിംഹാസനമുണ്ട്, രാജാവിൻ്റെ കസേരയിലിരിക്കുന്ന ബെന്യാമിൻ ഗോത്രക്കാരനാകുന്ന ശൗല് എന്നാ ചെയ്യണമെന്നറിയില്ല, പകച്ചു നിൽക്കുകയാണ്. സൈന്യ ബാഹുല്യം കൂടെയുള്ള സ്തോത്രം ശൗൽ രാജാവ് പകച്ചു നിൽക്കുന്നു. ബെന്യാമിൻ ഗോത്രക്കാരെ കുറിച്ച് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നൊരു വാക്കുണ്ട്. അവർ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: അവർ കടിച്ച് കീറുന്ന ചെന്നായാണ്, അവർ കടിച്ച് കീറുന്ന ചെന്നായാണെന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ബുക്ക് ഓഫ് ജഡ്ജസിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നൊരു വാക്കുണ്ട്: അവർ കവിണ്ണയേറിൽ പ്രാവീണ്യം നേടിയവരാണ്. വായിച്ചിട്ടുണ്ടോ? എവിടെ? അവർ കവിണ്ണയേറിൽ പ്രാവീണ്യം നേടിയവരാണ്. വീട്ടിൽ പോയിരുന്ന് കണ്ടുപിടിക്കണം കേട്ടോ. കണ്ടുപിടിച്ചിട്ട് ജോബിൻ പാസ്റ്ററോട് പറയണേ ആ വാക്യം എവിടെ കിടക്കുന്നതെന്ന്. അവർ കവിണ്ണയേറിൽ പ്രാവീണ്യം നേടിയവരാണ്. ജോബിൻ പാസ്റ്ററെ, ദാവീദ് ചെയ്ത പരിപാടിയിൽ PhD എടുത്ത ആളാണ് ബെന്യാമിൻ ഗോത്രക്കാരൻ. ഇനി അടുത്ത വാക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അടുത്ത വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ കവിണ്ണയേറിൽ പ്രാവീണ്യം നേടിയവരും ഏറ് പിഴയ്ക്കാത്ത ഇടത്ത് കയ്യന്മാരായ കവിണ്ണയേറുകാരാണെന്ന്. വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, വണ്ടർഫുൾ. ഏറ് പിഴയ്ക്കാത്ത ഇടത്ത് കയ്യന്മാരായ കവിണ്ണയേറുകാരാണ്. മക്കളെ, അടുത്ത വാക്ക് കേട്ട അതിനേക്കാൾ ഭയങ്കരമാണ്. നമ്മൾ ഞെട്ടിപ്പോകും. അടുത്ത വാക്ക് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: രോമത്തിലെറിഞ്ഞു കൊള്ളിക്കാൻ കഴിവുള്ളവരാണ് ബെന്യാമിൻ ഗോത്രക്കാരെന്ന്. എന്നതാ? ശരീരത്തിൽ ഒരു, ഞാൻ പുസ്തകത്തിലുള്ള കാര്യമാണ് പറയുന്നത്, നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കണേ. ശരീരത്തിൽ ഒരു രോമം എടുത്ത് കാണിച്ചാൽ ആ കൃത്യം രോമത്തിലെറിഞ്ഞു കൊള്ളിക്കാൻ കഴിവുള്ളവരാണ് ബെന്യാമിൻ. എൻ്റെ പൊന്നുമക്കളെ, നമ്മളൊരു മാവേൽ എറിഞ്ഞെറിഞ്ഞ് 101ാമത്തെ ഏറില 5000 മാങ്ങയുള്ള മാവേന്ന് ഒരു മാങ്ങ താഴെ വീഴുന്നേ. 101ാമത്തെ ഏറിൽ. എൻ്റെ കൂടെ ഉണ്ടോ? നോക്കണേ. ഏറ് പിഴയ്ക്കാത്ത കവിണ്ണയേറുകാരൻ, രോമത്തിലെറിഞ്ഞു കൊള്ളിക്കാൻ പ്രാവീണ്യം നേടിയ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗൽ രാജാവ്.
മല്ലനായി ഗോലിയാത്തിന്റെ മുൻപിൽ പകച്ചു നിൽക്കുമ്പോഴേ സ്തുതിക്കുന്ന ഗോത്രത്തിൽ നിന്ന് സങ്കടങ്ങൾ മുഴുവൻ സങ്കീർത്തനങ്ങളായി പാടിയ ഒരു ഭക്തന്, അവൻ സ്തുതിക്കുന്ന ഗോത്രത്തിൽ നിന്ന് ഒരുവൻ കയറി വന്നിട്ട് അവൻ്റെ കരത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ കല്ലെടുത്ത് ഗോലിയാത്തിന്റെ തിരുനെറ്റിക്കെറിഞ്ഞ് താഴെയിട്ടെങ്കിൽ ഇന്ന് പകലിൽ ഞാനൊരു ദൂത് കൈമാറാം മക്കളെ. PhD ഉള്ളവന്റെ മുൻപിലല്ല ഗോലിയാത്ത് വീഴാൻ പോകുന്നത്. അവൻ പ്രാവീണ്യം നേടിയവന്റെ മുൻപിലല്ല, പ്രസംഗ പാടവമുള്ളവന്റെ മുൻപിലല്ല ഗോലിയാത്ത് വീഴുന്നേ. അധരം തുറന്ന് ദൈവത്തിന് ആരാധന കൊടുക്കുന്ന തന്റെ ഭക്തന്മാരുടെ മുൻപിൽ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ചില മല്ലന്റെ അധികാരങ്ങൾ താഴെ വീഴുമെന്ന് പറഞ്ഞ ഇന്ന് പകൽ നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ എവിടെയോ നിന്റെ ഭവനന്തരീക്ഷത്തിൽ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ഓഫീസിനകത്ത് നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന, നിന്റെ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ചില ഗോലിയാത്തിന്റെ ശക്തികൾ വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്കുക. Right now in the name of Jesus, യേശുവിന്റെ നാമത്തിൽ അഴിയേണ്ട ചില പോരുകൾ ഇന്ന് പകൽ അഴിയട്ടെ. Come out in the name of Jesus. യേശുവിന്റെ നാമത്തിൽ. ശ്രദ്ധിച്ച മക്കളെ, കേട്ടെ, ഞാൻ അപ്പോഴും ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പോഴും ഞാൻ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ പൊന്നു കർത്താവേ, എവിടെ എറിഞ്ഞിട്ടാ ഈ ഗോലിയാത്തിനെ ഒന്ന് കൊള്ളിക്കുന്നേ? അല്ലേ നമ്മളും ചോദിക്കുന്ന ചോദ്യമാണോ അച്ഛാ? നമ്മളും ചോദിക്കുക, എവിടം കൊണ്ടാ ഈ പ്രതിസന്ധി ഒന്ന് മാറുന്നേ? കാര്യം ഇവൻ ഫുള്ളി കവേർഡാണ് മക്കളെ. ഇവന് അവൻ താമ്ര കവച കൊണ്ട്, താമ്ര ശിരസ്ത്രമുണ്ട്, ഇവൻ ഫുള്ളി കവേർഡാണ്. ഇത് മാത്രമല്ല ജോബിൻ പാസ്റ്റർ, ഇത് മാത്രമല്ല, ഇവൻ്റെ മുൻപിൽ ഒരു ഷീൽഡ് ബെയറർ ഉണ്ട്. There was a shield bearer in front of Goliath. അവൻ്റെ മുൻപിൽ ഒരു പരിചക്കാരനുണ്ട്. വായിച്ചിട്ടുണ്ടോ? പരിചക്കാരനുണ്ട്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ തമ്പുരാനോട് പറഞ്ഞു, പാസ്റ്ററെ, തമ്പുരാനോട് പറഞ്ഞു, എടാ മോനെ ദാവീദേ, എറിയാനുള്ള മനസ്സുമായിട്ട് നീ ഇഞ്ഞ് പോന്നാ മതി, കൊള്ളിക്കാനുള്ള സ്ഥലം ഇച്ചിരി ഞാൻ വെച്ചേക്കാവുന്നു. അതിൻ്റെ അർത്ഥം എൻ്റെ പൊന്നു ബ്രദറെ, നമുക്ക് എറിഞ്ഞു കൊള്ളിക്കാൻ ഒത്തിരി മർമ്മമൊന്നും വേണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞേ. നമുക്ക് എറിഞ്ഞു കൊള്ളിക്കാൻ ഒത്തിരി സ്ഥലമൊന്നും വേണ്ടെന്ന്. ശെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആരാണ്? കൃപ എന്നാർപ്പിടാൻ തുടങ്ങുമ്പോൾ നിന്റെ കണ്ണിന്റെ മുൻപിൽ മഹാപർവ്വതം പോലെ നിന്നതിനെ ഒരൊറ്റ വാക്കുകൊണ്ട് അധരം തുറന്ന് പുറപ്പെട്ട കൃപ എന്നൊരൊറ്റ വാക്കുകൊണ്ട് അത് സമഭൂമിയായി മാറിയെങ്കിൽ ഇന്ന് പകൽ നീ ആർപ്പിടുമ്പോൾ ചിലത് സമഭൂമിയാകും. ഇനി കേട്ട് എനിക്ക് ആരാധിക്കണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ നേരെ ഇല്ലല്ലോ. സമയം ഞങ്ങളുടെ അവിടെ എങ്ങനെ പ്രസംഗിക്കാൻ കയറിയ പെട്ടെന്ന് ഓടുന്നത് ഇല്ലേ? അങ്ങനല്ലേ? ട്രിവാൻഡ്രത്തും അങ്ങനെ തന്നെ ജോബി ബസ് അല്ലേ? പ്രസംഗിക്കാൻ കയറിയ പെട്ടെന്ന് നിങ്ങൾ ഫുട്ബോൾ കണ്ടുകൊണ്ടിരുന്ന സമയം പോകുന്ന അറിയല്ല. ഓക്കെ, സോ എൻ്റെ കൂടെ വന്നേ. അപ്പം നോക്കണേ, ഇനി അത് മാത്രമല്ല, ഞാൻ ഈ കർത്താവിനോട് ചോദിച്ചു മറ്റൊരു ചോദ്യമുണ്ട്. എൻ്റെ പൊന്നു കർത്താവേ, ഈ മുൻപിലൊരു പരിചക്കാരനുണ്ടല്ലോ, ഈ പരിചക്കാരനെ എന്തിനാ മക്കളെ നിർത്തിയേക്കുന്നതെന്ന് അറിയാമോ? എന്തിനാ നിർത്തിയേക്കുന്നത്? പരിചയക്കാരൻ എന്തിനാ നിർത്തിയേക്കുന്നത്? പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഇച്ചിരി കൂടെ പറഞ്ഞാൽ തടയാൻ വേണ്ടി. എത്ര അടുത്തുനിന്ന് വെട്ടിയാൽ ഈ പുള്ളി എന്ത് ചെയ്യും? തടയും. അതിനെ അവനെ അവിടെ നിർത്തിയേക്കുന്നത്. നമ്മൾ ഈ TV-യിലൊക്കെ കണ്ടേക്കുന്ന ഇഡലിക്കൂട്ടത്തിൻ്റെ പോലുള്ള വട്ടത്തിലുള്ള പരിചയമൊന്നുമല്ല. ഈ യുദ്ധമുഖത്ത് വെല്ലുവിളിക്കുന്ന പരിചയക്കാരുടെ കയ്യിലിരിക്കുന്ന പരിചയം എന്ന് പറയുന്നത് ഒരുവൻ്റെ നീളത്തിനൊത്തം പൊക്കമുള്ള സ്ക്വയർ ടൈപ്പ് പരിചയം കൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. എത്ര അടുത്തുനിന്ന് വെട്ടിയാൽ ഇവൻ എന്ത് ചെയ്യും? തടയും. ഈ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജോബിൻ പാസ്റ്റർ, ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഈ ദാവീദിന്റെ കയ്യിൽ നിന്ന് ഏതോ ദൂരത്ത് നിന്ന് പുറപ്പെട്ട ഈ കല്ല് പരിചക്കാരൻ തടുത്ത് താഴെ ഇടുന്നതിന് മുമ്പേ, പരിചക്കാരന്റെ കണ്ണെ പിടിക്കുന്നതിന് മുമ്പേ ഗോലിയാത്തിന്റെ നെറ്റിക്ക് കയറിയെങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിക്ക്, ദാവീദിന്റെ കയ്യിൽ നിന്ന് പുറപ്പെട്ട കല്ലിന്റെ വേഗത തന്നെ ആയിരിക്കും. കൂടെ ഉണ്ടോ നിങ്ങൾ? അതിന്റെ അർത്ഥം ജോബിൻ പാസ്റ്ററെ, നമ്മുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്തുതിക്കും സ്തോത്രത്തിനും വേഗതയുണ്ടെന്ന്. നീ ഇവിടെ ഇരുന്ന് സ്തുതിക്കുമ്പോൾ നിനക്ക് ചെന്നെത്താൻ പറ്റാത്ത ഇടങ്ങളിൽ അതിവേഗത്തിൽ ഓടുന്ന വചനമയച്ച് വിടുതൽ തരുന്നരുത്. ഇനി കേട്ട് ശ്രദ്ധിച്ച് മക്കളെ, നേരെ ഇല്ലല്ലോ, ശ്രദ്ധിച്ച്. ഈ എൻ്റെ പൊന്നച്ച, ഈ ഗോലിയാത്ത് എറിഞ്ഞ ദാവീദ് എറിഞ്ഞ കല്ല് കൊണ്ടിട്ടായിരിക്കുമോ ഗോലിയാത്ത് വീണേ? നമ്മുടെയൊക്കെ വിചാരം അങ്ങനെയൊന്നും അല്ലേ? കാര്യം ഊക്കോടെ ഏറ് കൊണ്ട് വീണായിരുന്നെങ്കിൽ ഇവൻ അങ്ങോട്ട് വീഴണമായിരുന്നു, പിറകോട്ട് കമന്ന്. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കും, ഗോലിയാത്ത് ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ വെയിറ്റ് എത്ര എന്നറിയാമോ? എത്ര? സൺഡേ സ്കൂളിൽ പിള്ളേർ പറഞ്ഞേടാ മക്കളെ, എത്ര വെയിറ്റ്? ഓക്കെ, ഞാൻ പറയാം. 5000 ഷേക്കേൽ. എത്ര?
5000 ഷേക്കൽ. 5000 ഷേക്കൽ കിലോഗ്രാമിൽ എത്രയാണെന്നറിയാവോ? ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ. 87.5, 87.5 കിലോ. എത്ര? എൻ്റെ പൊന്ന് ജോബിൻ പാസ്റ്റർ, 87.5 കിലോ ഉള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഗോലിയാത്തിന് ഇത്തിരി പോന്ന കല്ല് എന്നെ ആവാനാ? 5 കിലോയുടെ അരിച്ചാക്ക് പിടിക്കാൻ കെൽപ്പില്ലാത്ത നമ്മളാ 87.5 കിലോ ഇട്ടിട്ട് നിൽക്കുന്ന ഗോലിയാത്തിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഈ 87.5 കിലോ ഇവിടെ ഡിസ്പ്ലേയും വരുന്നുണ്ടോ? വണ്ടർഫുൾ. ഓക്കെ, എന്നെ ആവാനാ? ഒന്നും ആവത്തില്ല. തമ്പുരാനോട് പറഞ്ഞു, മോനെടാ, ദാവീദ് എറിഞ്ഞെന്നുള്ളത് സത്യം, ഏറ് നെറ്റി വരെ കൊണ്ടെന്നുള്ളത് സത്യം. പക്ഷെ ഇവ മുന്നോട്ട് കമന്നു വീണതിന്റെ കാര്യം എന്നറിയാമോ? സ്തുതിക്കുന്നവൻ പാളയത്തിൽ വരാൻ തുടങ്ങിയപ്പം പിറകിന്ന് ഗോലിയാത്തിനെ എൻ്റെ ഉള്ളം കൈകൊണ്ട് ഞാൻ അവനെ അടിച്ചു താഴെ ഇട്ടതാന്ന്. അതിൻ്റെ അർത്ഥം, നീ സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ, നീ കരവടിക്കാൻ തയ്യാറാണെങ്കിൽ, സ്തുതികളുടെ മീതെ അധിവസിക്കുന്നവൻ പാളയത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യാൻ അവൻ ഒരുക്കമാണെന്ന് പറഞ്ഞാൽ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അധരം തുറന്ന് കേട്ടെ മക്കളെ, ഫൈനൽ വിക്ടറി ബിലോങ്സ് ടു വൺ ഹു വോർഷിപ്സ്. അവസാനത്തെ ജയം ആരാധിക്കുന്നവന്റെ കൂടെ. അങ്ങനെ ആരാധിക്കുന്നവനെതിരെ കൽദയന്മാരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു, കൽദയർ വന്നിട്ട് പറഞ്ഞു, നെബൂഖദ്നേസറേ, കാഹളം, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ വാദ്യനാദം എല്ലാം കേൾക്കുമ്പം നമ്മൾ നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ വീണ് നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ പിന്നെ ആ നാഴികയിൽ തന്നെ ഇരിക്കുന്ന തീച്ചൂളയിൽ ഇട്ട് കളയണമെന്നുള്ളൊരു നിയമമൊക്കെ നമ്മൾ ഉണ്ടാക്കി. എന്നാൽ ബാബേൽ സംസ്ഥാനത്തെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായിരിക്കുന്ന ശദ്രക്കും മേശക്കും അഭേദനകോപും ഈ നിയമം അനുസരിച്ചിട്ടില്ല. അവർ തിരുമനസ്സിനെ അനുസരിക്കുകയോ തിരുമനസ് കൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ വീണ് നമസ്കരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് കൽദയർ വന്ന് ആരോട് പറഞ്ഞു? നെബൂഖദ്നേസറിനോട് പറഞ്ഞു. ഇത് പറഞ്ഞ ഉടനെ നെബൂഖദ്നേസർ ഓടി വന്നിട്ട് ഓടി ഉഗ്രകോപവും, മക്കളെ വേഴ്സ് 13, അപ്പോൾ നെബൂഖദ്നേസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അഭേദ്നഗോപിനെയും കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് ചോദിച്ചു, ശദ്രക്കെ, മേശക്കെ, അഭേദ്നഗോപേ. മോനെ വേഴ്സസ് 14 ഒന്നിടണേ, 14-ാമത്തെ വാക്യം. ശദ്രക്കെ, മേശക്കെ, അഭേദ്നഗോപേ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേര് തന്നെയാണോ? ശ്രദ്ധിക്കണേ നിങ്ങൾ തന്നെ. സത്യം പറഞ്ഞ് ഇങ്ങനൊന്നും ചോദിക്കേണ്ട ഒരു ആവശ്യം ആർക്കില്ല? നെബൂഖദ്നേസറിന് ഇല്ല. കാര്യം ആ രാജ്യത്തെ നിയമം എന്നാണെന്നറിയാമോ? വേഴ്സ് 6 എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ: ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ തീയിലിടണമെന്നല്ലേ? ആ നാഴികയിൽ തന്നെ അല്ലേ? കേട്ടാ ഉടനെ പിടിച്ച് എന്തോ ചെയ്യണം? തീയിലിടണം. അങ്ങനൊരു നിയമം ഉള്ളിടത്ത് ഇങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ നെബൂഖദ്നേസറിന് എന്തോ ഒരു ഫേവർ തോന്നി. ആരോട്? ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞ മക്കളെ, ഒരു മനുഷ്യത്വം ആരോട്? ഇനി മക്കളെ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്കാർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റി ആർക്കും ഉണ്ടായിരുന്നു? നമുക്കാർക്കും ഇല്ലാത്തൊരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? നെബൂഖദ്നേസറിനുണ്ടായിരുന്നു. മോനെ വേഴ്സസ് 14 ഒന്നിട്ടെ മക്കളെ, 14-ാമത്തെ വാക്യം. എന്നറിയാമോ നമുക്കാർക്കും ഇല്ലാത്തൊരു സ്വഭാവം? ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് കേട്ടത് നേരാണോ എന്ന് ചോദിക്കാനുള്ളൊരു മനസ്സ് ഈ പുള്ളി കാണിച്ചല്ലോ. കേട്ടില്ല, ഒന്നുമില്ലെങ്കിലും ഇവരോട് കേട്ടത് നേരാണോ എന്ന് ചോദിക്കാനുള്ളൊരു നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയോ? കേട്ടതും വിശ്വസിച്ചോണ്ടാണ് നമ്മളിപ്പോഴും. ഇനി നമുക്ക് മറ്റൊരു നല്ല ഗുണം കൂടെ ഉണ്ട് ജോബിൻ പാസ്റ്റർ. ഇങ്ങോട്ട് കിട്ടും നമ്മൾ 10 പേർക്ക്, അങ്ങോട്ട് ഇപ്പോൾ 10 അല്ല 256 പേർക്കൊക്കെ രാവിലെ ഞെക്കി പിടിച്ച് നമ്മൾ അയക്കുന്നത് ഇല്ലേ? അയ്യോ, നിങ്ങൾ എന്നെ ഇങ്ങനെ ഇരിക്കണേ ഇല്ലേ? പിന്നെ ഇപ്പോഴത്തെ ലിങ്കും അങ്ങനല്ലേ വരുന്നത് ബ്രദർ? ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഇല്ലേ? ഇത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നമ്മൾ കണ്ടതുമില്ല, നമ്മളോട്ട് കേട്ടതുമില്ല, നമ്മളോട്ട് ഞെട്ടിയിട്ടുമില്ല. പക്ഷെ നമ്മൾ 1001 പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നുമില്ലല്ലോ ഉണ്ടല്ലോ. ഈ സത്യം പറഞ്ഞാലേ, ഈ നമ്മുടെ പല ബന്ധങ്ങളും നിലനിൽക്കാൻ എന്തേലും ഉണ്ട് നേരിട്ട് ചോദിച്ചാൽ മതി അല്ലേ?
നമ്മളിപ്പോഴും അമ്മിണിമാമയെ കുറിച്ച് ശോശാമ്മ പറഞ്ഞ് മനസ്സിൽ വെച്ചോണ്ട് അമ്മിണിമാമയുടെ മുഖത്തോട്ട് നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, അറിയാടിയ നിന്നെ എനിക്ക് ഇല്ലേ? അങ്ങനല്ലേ നമ്മളിപ്പോഴും പ്രൈസിലോട്. എന്നാൽ ഇതുവരെ നമ്മൾ തുറന്നെന്ത് ചെയ്തിട്ടില്ല? ജോബിൻ പാസ്റ്ററെ കുറിച്ച് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് തുറന്ന് ചോദിക്കാൻ എബിൻ പാസ്റ്ററോടല്ല ചോദിക്കേണ്ട, അദ്ദേഹത്തോട് പോയി ചോദിക്കണം. നമ്മുടെ പല ബന്ധങ്ങളും നിലനിൽക്കാൻ ഒരു മേശയുടെ ചുറ്റിന് ഇരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളത്. അങ്ങനെ ഇരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയല്ലോ. ഓക്കെ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഓക്കെ, ഞാൻ നേരെ ഇല്ലാത്തതുകൊണ്ടല്ലേ ഒത്തിരി നിന്ന് പറയാറുണ്ട്. ഇനി എപ്പോഴേലും വരുമ്പം കുറേ സമയം തരുമോ? ഓക്കെ, വിളിക്കുമോ? അറിയല്ല. ഓക്കെ, സ്തോത്രം. ഓക്കെ, കൂടെ വരണേ. അപ്പോൾ കേട്ടത് നേരാണോ എന്ന് ചോദിച്ചു. ഈ കേട്ടത് നേരാണോ എന്ന് ചോദിച്ചപ്പോഴേ ഇവർക്ക് രക്ഷപ്പെടാൻ നല്ല ഒത്തിരി വഴികളുണ്ട്. ഒന്ന് കള്ളം പറയാം, അല്ലെ സത്യം പറയാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവർക്ക് രക്ഷപ്പെടാവേ. ഞാൻ വിശദീകരിക്കുന്നില്ല ആ ഭാഗമൊന്നും, എനിക്ക് നിന്ന് ഒത്തിരി പറയണമെന്നുണ്ട്. പക്ഷേ ഇവർ പറയാം, രാജാവേ, ഞങ്ങളുടെ ദൈവത്തിന് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ രക്ഷിക്കട്ടെ, അല്ലെങ്കിലും 18ാമത്തെ വാക്യം, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. എനിക്കൊരു ദൂതിനകത്തോട്ട് പോകണം, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഓടി പോന്നെ. രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ലെന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ കേട്ടോണേ, സ്തോത്രം. രാജാവേ, ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് ഞങ്ങൾ പറയാം. വേണമെങ്കിൽ ജോബിൻ പാസ്റ്ററെ ഈ രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി ഏതായിരുന്നു എന്നറിയാം? ഏറ്റവും നല്ല വഴി സത്യമാണെന്നും പറയണ്ട, കള്ളമാണെന്നും പറയണ്ട. എന്നതാ പറ? സത്യമാണെന്നും പറയണ്ട, കള്ളമാണെന്നും പറ. സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് പിടിച്ച് തീക്കകത്തോട്ട് ഇടും. കള്ളമാണ് ഞങ്ങൾ നമസ്കരിച്ചെന്ന് പറഞ്ഞാൽ ഒരു ദൈവസന്നിധിയിൽ അവർ തെറ്റും ആയി. അപ്പം രണ്ടിടത്തും ന്യൂട്രലായിട്ട് നിൽക്കുക. ഒറ്റ കാര്യം പറഞ്ഞ ആരോപണമെന്ന് പറഞ്ഞാൽ മതി. രാജാവേ, ഇറ്റ്സ് ഓൾ അലിഗേഷൻസ് അല്ലേ? ചിലരെ കണ്ടിട്ടില്ലേ, സത്യവും പറയല്ല കള്ളവും പറയല്ല. എന്നാൽ നമ്മൾ തന്നെ വിചാരിക്കും ഈ മറുപടി എന്നാണ്. അയ്യോ, നിങ്ങൾ തിരുവനന്തപുരക്കാരത്ത് ഇങ്ങനെ ഇരിക്കണേ ഇല്ലേ? അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ ജോബിൻ പാസ്റ്ററെ? അവർ സത്യവും പറയത്തില്ല, അവർ കള്ളം പറയത്തില്ല. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കിരിക്കുന്ന ഒരു ആൻസർ നമുക്ക് തരും. നമ്മളത് വിശ്വസിച്ചുകൊണ്ട് ഓക്കെ. ഇല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള നല്ല വേറൊരു വഴിയുണ്ട്, എളുപ്പ വഴി. നമ്മളൊക്കെ മൂക്കും കുത്തി തെന്നി വീഴുന്ന വഴിയാണ് രണ്ടാമത്തെ വഴി. പ്രയോഗിക്കേണ്ട, ഞാൻ ഒന്ന് പറഞ്ഞു തരാമേ. രണ്ടാമത്തെ വഴി എന്നാന്നറിയാമോ? ബൗ നൗ ആൻഡ് റിപ്പൻ ലേറ്റർ. ഇപ്പോൾ ഒന്ന് ഉണങ്ങിയിട്ട് പിന്നെ അങ്ങ് മാനസാന്തരപ്പെടാവുന്നു. പിടിയിട്ടില്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നേരെ ഇല്ലാത്തതുകൊണ്ട് വിശദീകരിക്കാത്ത. ഇപ്പോൾ ഒന്ന് വണങ്ങി വെച്ച് പിന്നെ മാനസാന്തരപ്പെടാവുന്നു. കാര്യം നമ്മുടെ ദൈവത്തിന് നമ്മളെ നന്നായിട്ട്, നമ്മുടെ ദൈവം മനസ്സലിവ്, നമ്മുടെ ദൈവം പരോപകാരിയായിട്ടുള്ള, നമ്മുടെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്ന. ഇപ്പോൾ ഒന്ന് വണങ്ങി വെച്ച് ഈ തീക്കകത്ത് വീഴാതെ രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ ഒന്ന് വണങ്ങിയിട്ട് പിന്നെ 7 ദിവസം ഉപവാസം ഇരുന്നെങ്കിൽ ഓക്കെ കോമ്പൻസേറ്റ് ചെയ്തോളാവുന്നു. അല്ലേ അടുത്ത കർത്തൃമേശയ്ക്ക് മുമ്പ് ഞാനങ്ങ് കേട്ടില്ലെന്ന് തോന്നുന്നു. അടുത്ത കർത്തൃമേശയ്ക്ക് മുമ്പ് ഞാനങ്ങ് പറഞ്ഞ് കോംപ്രമൈസ് ആക്കിക്കോളാമെന്ന്. പക്ഷെ ഈ പിള്ളേർ പറഞ്ഞേ ഇല്ലെന്നേ, ഒന്നിനും ഞങ്ങളില്ല. ഒറ്റക്കാര്യം ഞങ്ങൾ പറയാം, തീച്ചൂള മുന്നിൽ എരിഞ്ഞുകൊണ്ട് നിൽക്കുക. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങൾ റെഡിയാ. ഇത് കേട്ട ഉടനെ ഉണ്ടല്ലോ നെബൂഖദ്നേസറിന്റെ കോപം മുഴുത്തു. മോനെ വേഴ്സസ് 19 നിന്നിട്ട് മക്കളെ. അപ്പോൾ നെബൂഖദ്നേസറിന്റെ കോപം മുഴുത്തു. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി. എന്നിട്ട് അടുത്ത വാക്ക് നിങ്ങൾ കേട്ടോണേ. ഷോർട്ട് കട്ട് ഓപ്ഷൻ ബൗ നൗ ആൻഡ് റിപ്പൻ. ഇതാരാ ഇപ്പം ഇത്ര പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മോനെ താങ്ക് യു മോനെ, ഭയങ്കര പെട്ടെന്ന് വേഗതയോടെ ചെയ്യുന്നില്ല. ഗോഡ് ബ്ലെസ് യു. കൂടെ വന്നേ നിങ്ങൾ. രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴിയൊക്കെ ഇങ്ങനെ മുന്നിലുള്ളപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ ചാടുകയെന്ന് പറഞ്ഞു. നെബൂഖദ്നേസറിന്റെ കോപം മുഴുത്തു. നെബൂഖദ്നേസറിന്റെ കോപം മുഴുത്തു. അടുത്തൊരു വാക്ക് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ നെബൂഖദ്നേസറിന്റെ കോപം മുഴുത്തു. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി. ചൂള എന്നതാ ചൂള? പതിവായി ചൂട് പിടിപ്പിക്കുന്നതിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് he given orders, he answered by giving orders to heat the furnace 7 times more than it was usually heated. ആ പദം മലയാളത്തിൽ കണ്ടോ? പതിവായി ചൂട് പിടിപ്പിച്ചതിൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്നതാ? ഈ ചൂള ഇവിടെ പതിവാണ്.
ദിസ് ഇസ് ദ യൂഷ്വൽ ഫർണേസ്. ജോബിൻ പാസ്റ്ററെ, ഈ ചൂള ഇവിടെ പതിവായിട്ടുള്ളൊരു ചൂളയാണ്. ഇന്നലകളിൽ അല്ലെ ഇന്നുകളിൽ അല്ലെ നാളുകളിൽ കുറ്റം ചെയ്യുന്നവരെ, ആ രാജ്യത്തിൻ്റെ നിയമത്തിനെതിരെ നിൽക്കുന്നവരെ, രാജാവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാത്തവരെ കൊണ്ടിടുന്നൊരു പതിവ് ചൂളയായത്. എന്നതാ? ദിസ് ഈസ് എ യൂഷ്വൽ ഫർണേസ്. കേൾക്കുന്നുണ്ടോ മക്കളെ? ഇതൊരു യൂഷ്വൽ ഫർണേസാണ്. ഇതൊരു പതിവ് ചൂളയാണ്. ഇതൊരു പതിവ് ചൂള. പക്ഷേ ശ്രദ്ധിക്കണേ, പ്രാർത്ഥിക്കുന്നവൻ്റെ കാര്യം വന്നപ്പോൾ പതിവ് തെറ്റി. പെടിയിട്ടില്ല ദൂത്. ആരാധിക്കുന്നവൻ്റെ കാര്യം വന്നപ്പോൾ പതിവ് തെറ്റി മക്കളെ. സ്തുതിച്ചവൻ്റെ കാര്യം വന്നപ്പോൾ പതിവ് തെറ്റി. സാക്ഷ്യത്തിൽ തുടർന്നവൻ്റെ, വിശുദ്ധിയിൽ തുടർന്നവൻ്റെ, വേർപാടിൽ തുടർന്നവൻ്റെ കാര്യം വന്നപ്പോൾ പതിവ് തെറ്റി. ഞാൻ ഇങ്ങനെ പറയും മോനെ, ഞാൻ ഇങ്ങനെ പറയും, അൺയൂഷ്വൽ ഹീറ്റ്. അൺയൂഷ്വൽ ഹീറ്റ്. എന്നെ കേൾക്കുന്നുണ്ടോ? അൺയൂഷ്വൽ ഹീറ്റ്. ആരോ പറയുന്നില്ല മക്കളെ ഇന്ന് പകലിലും, പക്ഷേ എൻ്റെ കാര്യം വന്നപ്പോൾ എല്ലാ പതിവും തെറ്റിയെന്ന്. എൻ്റെ കൊച്ചിൻ്റെ കാര്യം വന്നപ്പോൾ എല്ലാ പതിവും. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാ, ഞാൻ ഒത്തിരി ആരാധിച്ചതാ, ഞാൻ ഒത്തിരി ദൈവത്തിന് വേണ്ടി നിന്നതാ, ഞാൻ ഒത്തിരി ഓടിയതാ, പക്ഷെ എൻ്റെ കാര്യം വന്നപ്പോൾ പതിവ് തെറ്റി. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ പിള്ളേരുടെ അഡ്മിഷൻ്റെ കാര്യം വന്നപ്പോൾ പതിവ് തെറ്റി. എൻ്റെ പിള്ളേരുടെ എക്സാമിൻ്റെ കാര്യം വന്നപ്പോൾ പതിവ് തെറ്റി. എൻ്റെ പിള്ളേരുടെ ഭാവിയുടെ കാര്യം വന്നപ്പോൾ പതിവ് തെറ്റി. എപ്പോഴും എൻ്റെ കാര്യം വരുമ്പോൾ മാത്രം പതിവ് തെറ്റുക. അൺയൂഷ്വൽ ഹീറ്റ്. ഇന്നലെ വരെ ആരും അനുഭവിക്കാത്ത ഒരു അൺയൂഷ്വൽ ഹീറ്റ്. എന്നോട് തമ്പുരാൻ പറഞ്ഞു, ജോബിൻ പാസ്റ്ററെ, എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഇഫ് യു ആർ ഫേസിങ് ആൻ അൺയൂഷ്വൽ ഹീറ്റ്, യു ആർ ഗോണ സീ ആൻ അൺയൂഷ്വൽ ഗ്ലോറി. നീ പതിവില്ലാത്ത ചൂട് നീ കാണുന്നുണ്ടെങ്കിൽ, പതിവില്ലാത്തൊരു തീച്ചൂളക്കകത്ത് നീ എറിയപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ദൈവാത്മാവ് ഒരു ദൂത് കൈമാറുകയാണ്. ഈ തീച്ചൂളയുടെ നടുവിൽ പതിവില്ലാത്തൊരു മഹത്വം, ഇന്നലെ വരെ ആരും കാണാത്തൊരു മഹത്വം, ഇന്നലെ വരെ ആരും അനുഭവിക്കാത്തൊരു മഹത്വം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരവടിച്ച് ആ ദൈവത്തിന് ആരാധന കൊടുത്തിട്ട് പറ, ഇതുവരെ ആരും കാണാത്ത പതിവില്ലാത്ത മക്കളെ കേൾക്കുന്നുണ്ടോ? പതിവില്ലാത്ത അൺയൂഷ്വൽ ഹീറ്റ് ദൈവമക്കളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. എന്ന ഈ ചൂട് തീരുന്ന ചോദിക്കുന്നതിൻ്റെ നടുവിൽ മക്കളെ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പറയും, when heat increases your glory also increases. ചൂട് കൂടുന്നതിനനുസരിച്ച് മഹത്വത്തിൻ്റെ അളവ് കൂടും. ചൂട് കൂടുന്നതിനനുസരിച്ച് മഹത്വം കൂടും. പതിവില്ലാത്ത ചൂട് കൂടാൻ തുടങ്ങിയപ്പം ഇന്നലെ വരെ തീയുടെ ബലം കെടുന്നത് ആരും കണ്ടിട്ടില്ല. പക്ഷെ നീ വീഴുമ്പം അത് നടക്കും. പിടിയിട്ടുന്നുണ്ടോ? ഈ ഒരിക്കൽ ദൈവം എൻ്റെ സഹായം എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. ആരാ? ദൈവം എൻ്റെ സഹായം. പുള്ളിയുടെ പേര് ദൈവം എൻ്റെ സഹായം എന്നാണ്. പേരെന്നാന്നറിയോ? ഒറിജിനൽ നെയിം എന്താണെന്നറിയോ? ലാസർ. എന്നാ ലാസർ? ആരാ? വയനാട്ടിൽ നിന്നുള്ള മോളാണോ? വയനാട്ടിൽ. ആ, അതുകൊണ്ട് നിന്നോട് തന്നെ എല്ലാം ചോദിക്കുന്നു. പെണങ്ങളെ എന്നോട്. വയനാട്ടിൽ എവിടെയാ? സുൽത്താൻ ബത്തേരി. ഓക്കെ, ഞാനും ബത്തേരിയില്ല. ഓക്കെ, നമുക്ക് പിന്നെ പരിചയപ്പെടാം. വാ. ഓക്കെ, ശ്രദ്ധിച്ചേ, പുള്ളിയുടെ പേരെന്നാ? ദൈവം എൻ്റെ സഹായം. നാട്ടുകാർ റോഡിൽ കൂടെ പോകുമ്പോൾ ലാസറേന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം എൻ്റെ സഹായം എന്നാണ്. എബിനെ, ജോബിനെ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരർത്ഥവും ഇല്ല. ഉണ്ടോ ജോബിൻ പാസ്റ്ററെ? ഒരർത്ഥവും ഇല്ല. അർത്ഥമില്ലാത്ത രണ്ട് പേരുമായിട്ടാണ് ഞങ്ങൾ നടക്കുന്നു. ജോബിനും എബിനും എന്നെ അർത്ഥം ഒന്നുമില്ല. എബിനെ എന്ന് വിളിച്ചു, പക്ഷെ ലാസറെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അർത്ഥമുണ്ട് എന്നാ? ദൈവം എൻ്റെ സഹായം. അപ്പോൾ ഇവൻ്റെ പേര് ദൈവം എൻ്റെ സഹായം എന്നാണ്. ഇനി കേട്ടോണേ, ഈ നാട്ടുകാരുടെ അഭിപ്രായമേ, ബാല്യക്കാർ വന്നിട്ട് രണ്ടുപേര് വന്നിട്ട് സുഖമില്ലെന്ന് പറഞ്ഞപ്പം യേശു കർത്താവിനോട് പറഞ്ഞൊരു വേർഡ് ഇങ്ങനെ, മക്കളെ, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 11 വേഴ്സസ് 4 വല്ല ഒന്നിട്ട് വെച്ചേരെ. ഓക്കെ, എഴുതി വെച്ചേക്കുന്നൊരു വാക്ക് ഇങ്ങനെയാണേ, നിനക്ക് പ്രിയനായവൻ സുഖമില്ലാതെ കിടക്കുന്നു, യോ ബിലൗഡ് വൺ ഈസ് സിക്ക് എന്ന്. അപ്പം നാട്ടുകാരുടെ അഭിപ്രായം ഇവൻ യേശുവിന് പ്രിയപ്പെട്ടവൻ. എന്നതാ? യേശുവിന് പ്രിയപ്പെട്ടവൻ. ഇനി അടുത്ത എന്നാന്നറിയാമോ? അടുത്തത് ഈ യോഹന്നാൻ്റെ അഭിപ്രായം എന്നാന്നറിയാമോ മക്കളെ? വേഴ്സസ് 5 ആണെന്ന് തോന്നുന്നു, 5-ാമത്തെ വാക്യം എന്നിട്ട്. താങ്ക് യു സോ മച്ച്. യേശു മാർത്തയും അവളുടെ സഹോദരിയെ ലാസറിനെയും
ഞാൻ ഈ 2 പേരങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചേർത്തങ്ങ് വായിക്കാം. നൗ ജീസസ് ലവ്ഡ് ലാസറസ്. യേശു ലാസറിനെ സ്നേഹിച്ചു. യേശു ലാസറിനെ, അപ്പൊ നോക്കണേ, മാറത്ത് പറ്റിക്കിടന്ന് ചങ്കിട് പറഞ്ഞ യോഹന്നാൻ പറയും യേശു ലാസറിനെ സ്നേഹിച്ചു. അപ്പൊ നോക്കണേ, ശ്രദ്ധിച്ചേ. 1, ദൈവം എൻ്റെ സഹായം എന്ന് പേര്. 2, യേശുവിന് പ്രിയപ്പെട്ടവനെന്ന് നാട്ടുകാരുടെ അഭിപ്രായം. യേശുവിൻ്റെ മാറത്ത് കിടന്നവൻ്റെ അഭിപ്രായം, യേശു ഒത്തിരി ഇവനെ സ്നേഹിച്ചു. മക്കളെ 6ാമത്തെ വാക്യം വിട്ടെ. 6ാമത്തെ വാക്യം എഴുതിയേക്കുന്നുണ്ടോ? യേശു ഉടനെ എഴുന്നേറ്റ് ലാസറിന്റെ വീട്ടിൽ പോയെന്ന്. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? യേശു ഉടനെ അവരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, അവന് സൗഖ്യം വന്നെന്ന്. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അയ്യോ, എഴുതിയേക്കുവാണ്. എന്നിട്ടും എന്നതാ എന്നിട്ടും എന്ന പദത്തിന്റെ ഖനം കണ്ടോ? ദൈവന്റെ സഹായം എന്ന് പേരുണ്ടായിട്ടും, യേശു ഒത്തിരി സ്നേഹിച്ചിട്ടും, യേശുവിന് ഒത്തിരി പ്രിയനായിരുന്നിട്ടും അവൻ 2 ദിവസം അവിടെ പുറത്തുനിന്ന്. മക്കളെ, ദിസ് ഈസ് നോട്ട് യൂഷ്വൽ, ദിസ് ഈസ് അൺയൂഷ്വൽ. ഇത് പതിവുള്ളതല്ല, ഇത് പതിവില്ലാത്തതാ. കേൾക്കുന്നുണ്ടോ? ഇത് പതിവ്. കാര്യം പുള്ളിയുടെ പതിവ് എന്നാന്നറിയാമോ? ശതാധിപൻ വീട്ടിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ബാല്യക്കാരൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ബാല്യക്കാരന് സുഖമില്ല. പുള്ളി അന്നേരം വീട്ടിൽ പോന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ ശതാധിപൻ ദൂരത്ത് നിന്ന് കണ്ടിട്ട് പറഞ്ഞു, ബാല്യക്കാരനെ വിട്ടിട്ട് പറഞ്ഞു, അവൻ എൻ്റെ വീട്ടിനകത്ത് വരാൻ യോഗ്യനല്ല, എൻ്റെ പുരക്കകത്ത് കയറാൻ യോഗ്യനല്ല, അതുകൊണ്ട് അവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. കർത്താവ് വഴി എന്നൊരു വാക്ക് കൽപ്പിച്ച് ഇവിടെ സൗഖ്യമായി. നോക്ക്, പോകുന്ന വഴിയിൽ നിന്ന് പറഞ്ഞ് സൗഖ്യമായി. ഇനി അത് മാത്രമല്ല, ആമേൻ, സ്തോത്രം. ഈ രാജഭൃത്യൻ്റെ വീട്ടിൽ നിന്ന് രാജഭൃത്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോന് സുഖമില്ലാതെ കിടക്കുക, നീ വരണോന്ന് പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞു, നീ പൊക്കോ, അവന് സൗഖ്യം വന്നെന്ന്. തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് ഒരു ബാല്യക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, നിന്റെ മകൻ സൗഖ്യമായെന്നല്ല മക്കളെ, ജീവിച്ചിരിക്കുന്നുവെന്ന്. യുവർ സൺ ഈസ് അലൈവ്. അതിൻ്റെ അർത്ഥം ഇൻ ബിറ്റ്വീൻ ഇവൻ എപ്പോഴോ മരിച്ചു. ആമേൻ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഇവൻ ഈ നാഴിക ചോദിച്ചപ്പോഴത്തേക്കിന് മനസ്സിലായി, യേശു അവിടെ ഇരുന്ന് പറഞ്ഞ ആ നാഴികയിൽ തന്നെ കർത്താവ് അവനെ സൗഖ്യമാക്കി. ഇനി അത് മാത്രമല്ല, അവൻ പള്ളിപ്രമാണിയായി യായിറോസ് വന്ന് യേശു കർത്താവിൻ്റെ കാലയിലോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിൽ കിടക്കുക, നീ വന്ന് അവളുടെ തലയിൽ ഒന്ന് കൈവെക്കണം, അവൾ ജീവിക്കേണ്ടതിന്. എന്നെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം ഒക്കെ നിങ്ങൾ വായിച്ചു. എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെ, മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, പുരുഷാരം തിക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ യേശു എഴുന്നേറ്റ് അവൻ്റെ കൂടെ പോയെന്ന്. എന്റെ ജോൺ പാസ്റ്റർ, ഇത് എന്നാത്തിന്റെ കുഴപ്പ? ഒരു മുൻപരിചയം ഇല്ലാത്തവന്റെ ഒരു കാര്യത്തിൽ അവൻ പുരുഷാരം തിക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ എഴുന്നേറ്റ് കർത്താവ് വീട്ടിൽ പോയെന്ന് കൂടണ്ടോ? പക്ഷെ ഒത്തിരി സ്നേഹിച്ച ലാസറിന്റെ കാര്യം വന്നപ്പോ എന്നിട്ടും കേട്ടില്ല. ഒത്തിരി ആരാധിച്ച നിന്റെ കാര്യം വന്നപ്പോ എന്നിട്ടും, ഒത്തിരി പ്രാർത്ഥിച്ച നിന്റെ കാര്യം വന്നപ്പോ എന്നിട്ടും, എന്റെ ചോദ്യം, ലാസറേ എന്നാ പറ്റിയടാ? മറുപടി, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മഹത്വം ബഥാനിയെ വെളിപ്പെടുത്താൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട്. ശതാധിപന്റെ വീട്ടിൽ വെളിപ്പെട്ട മഹത്വമല്ല മക്കളെ, യായിറോസിന്റെ വീട്ടിൽ വെളിപ്പെട്ട മഹത്വമല്ല. ആമേൻ, പള്ളിപ്രമാണിയുടെ വീട്ടിൽ, രാജഭൃത്യന്റെ വീട്ടിൽ വെളിപ്പെട്ട മഹത്വമല്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മഹത്വം. ബഥാന്യ കാണേണ്ടതിന് അവൻ പതിവ് തെറ്റിച്ചെന്ന്. എവിടോ ചില പതിവ് തെറ്റുന്നുണ്ടോ? അതിന്റെ അർത്ഥം is gonna perform an unusual glory. എവിടോ ഒരു പതിവില്ലാത്ത മഹത്വം നിനക്ക് വേണ്ടി. ബുക്ക് ഓഫ് സെഫന്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്കുണ്ട്. സെഫന്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്കുണ്ട്, അവൻ തൻ്റെ സ്നേഹത്തിൽ എന്നോട് മിണ്ടാതിരുന്നെന്ന്. വായിച്ചിട്ടുണ്ടോ? തപ്പിപ്പിടിച്ച് വായിച്ചോണം. പിന്നെ അവൻ തൻ്റെ സ്നേഹത്തിൽ എന്നോട്, അതിൻ്റെ അർത്ഥം കർത്താവ് മിണ്ടുന്നില്ലെങ്കിലേ, ചിലപ്പോൾ മിണ്ടിയല്ല മക്കളെ, മിണ്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കൈവിട്ടെന്നല്ല, നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നാണ്. എൻ്റെ ചോദ്യം മക്കളെ, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 11 വേഴ്സസ് 1, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. എൻ്റെ ചോദ്യം, എന്തിനല്ല ലാസറേ പതിവില്ലാത്ത പ്രതിസന്ധി നീ നേരിട്ടെ? മറുപടി, മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാന്യ. മക്കളെ, ഇനി 12-ന്റെ 1 മക്കളെ, 12-ന്റെ 1, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച
ലാസർ പാർത്ത ബഥാന്യം. എന്നെ പിടികിട്ടി 11-ാം അധ്യായത്തിലെ പട്ടണം അറിയപ്പെട്ടത് ചേച്ചിമാരുടെ പേരിലായിരുന്നു, മാർത്തയുടെയും മറിയയുടെയും പേരിൽ. 12-ാം അധ്യായം എഴുതാൻ വേണ്ടി യോഹന്നാൻ തൂലിക ചലിച്ചപ്പോഴേ അവൻ പരിശുദ്ധാത്മാവ് തട്ടിയിട്ട് പറഞ്ഞു കാണും, ഇനി ചേച്ചിമാരുടെ പേരിൽ എഴുതണ്ട, പട്ടണം ലാസറിൻ്റെ പേരിൽ എഴുതി വെച്ചാൽ മതിയെന്ന്. പട്ടണത്തിൻ്റെ ചരിത്രത്തെ വരെ മാറ്റുന്നൊരു വിടുതൽ ലാസറിൽ സംഭവിച്ചെങ്കിൽ ഇന്ന് പകലിൽ ദൈവാത്മാവ് ഒരു ദൂത് കൈമാറുന്നു. പതിവ് തെറ്റിയെങ്കിൽ പതിവില്ലാത്തൊരു മഹത്വം വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ, ഇരു കരങ്ങളും ഒന്ന് ചേർത്തടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്തു. പതിവില്ലാത്ത ചില മഹത്വങ്ങൾ. പതിവില്ലാത്ത അൺയൂഷ്വൽ ഗ്ലോറി, പതിവില്ലാത്ത മഹത്വം. എന്താ പതിവില്ലാതെ ഇവിടെ നടന്നേ? ശ്രദ്ധിക്കണേ. ഒറ്റ വാക്കൂടെ പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. ബാക്കി എല്ലാം കൂടെ പറയണമെങ്കിൽ ഇനി ഒരു 1.5 മണിക്കൂർ എനിക്ക് വേണം. നോക്കണേ, പതിവില്ലാത്ത എന്നെ ഇവിടെ നടന്നേ, പതിവില്ലാത്ത എന്നെ മഹത്വം. 27-ാമത്തെ വാക്യം, വേഴ്സസ് 27. പ്രധാന ദേശാധിപതിമാരും സ്ഥാനപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേട് പറ്റാതെയും. മക്കളെ പതിവ് എന്നാ മക്കളെ? പതിവ് തീ പിടിക്കണം, പതിവ് പൊള്ളണം. അയ്യോ കേട്ടില്ല. പതിവ് തീ പിടിക്കണം, പതിവ് പൊള്ളണം, പതിവ് ഇവർ ചാരവാകണം. പക്ഷെ ഇവര് പറയുക ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിച്ചിട്ടില്ല. അടുത്തത് കേട്ടെ, അവരുടെ തലമുടി. നമ്മൾ ഈ മണ്ണെണ്ണ വിളക്കിന്റെ മുൻപിലിരുന്ന് A+B² എന്ന് പറഞ്ഞ് പഠിച്ചുറങ്ങി തൂങ്ങി താഴോട്ട് വീഴുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ഒരു കരിഞ്ഞ മണം കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരാള്. അയ്യോ നിങ്ങളാരും മണ്ണെണ്ണ ഉണ്ട്. ഒരച്ഛനോട് കൈവക്കി മണ്ണെണ്ണ വിളക്ക്. ഓക്കെ, നമ്മൾ ഇരുന്നെന്നുള്ളത് സത്യം പഠിച്ചില്ല. പഠിച്ചായിരുന്നു നമ്മളവിടെ എത്തിയനെയായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളാരും കൈവെക്കാത്തതെന്ന് എനിക്കറിയാം. സോ ഓക്കെ, നമ്മളിങ്ങനെ ഉറങ്ങി തൂങ്ങി താഴോട്ട് വീഴുമ്പോഴത്തേക്കിന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മിന്നാമിനിങ്ങിൻ്റെ ദുർഗവട്ടം പോലെ ഇരുന്നൊരു മെഴുകുതിര ആളത്തിന് നമ്മുടെ തലമുടിയെ കരിക്കാനുള്ള ശക്തി. പക്ഷെ നിങ്ങൾ കേട്ടോ, 7 മടങ്ങ് വർദ്ധിച്ച തീ നിറങ്ങി വന്നപ്പോഴത്തേക്കിനെ ഇവർ പറയാം അവരുടെ തലമുടി പോലും കരിഞ്ഞിട്ടില്ലെന്ന്. ഇതാ ജോബിൻ പാസ്റ്ററെ, പതിവില്ലാത്ത പ്രതിസന്ധി ഉണ്ടെങ്കിൽ പതിവില്ലാത്ത മഹത്വം കാണുമെന്ന്. ഒരു തലമുടിയെങ്കിലും കരിയിച്ചോണ്ടല്ല തമ്പുരാൻ പുറത്തെടുക്കാൻ പോന്നേ. നിന്റെ തലയിലെ ഒരു മുടി പോലും കരിയാതെ വേണം. കേട്ടെ അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. ഒറ്റ പദം കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാമേ. അവർക്ക് തീയുടെ മണം. അപ്പൊ എൻ്റെ ചിന്തയാണ്, ഈ പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും 4 വലിയ കൂട്ടർ പോയിട്ട് ഈ 3 പേരെയും കൂടെ മണപ്പിച്ച് നോക്കിക്കാണും. എന്നിട്ട് നെബൂഖദ്നേസറിനോട് പറഞ്ഞാണ്, എൻ്റെ പൊന്നു നെബൂഖദ്നേസറെ, ഈ തീക്ക് വരെ നാണക്കേടായി പോയല്ലോ, ഇവന്മാർക്ക് തീയുടെ മണം പോലും ഇല്ലെന്ന്. ഞാനൊരു ദൂത് പറയാം ബ്രദറെ, നിനക്ക് ചുറ്റും ഉയർന്നു പൊങ്ങിയ 7 മടങ്ങ് പ്രതിസന്ധി പോലും ലജ്ജിക്കത്തക്ക നിലകളിൽ ആ തീയുടെ മണം തട്ടാതെ തമ്പുരാൻ നിന്നെ പുറത്തെടുക്കും. കേട്ടെ ഒറ്റ കാര്യം. ഒരു വേർഷനകത്ത് എഴുതിയിരിക്കുന്നത് ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിലാണെന്ന് തോന്നുന്നു. NLT-യിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, they didn't have even the smell of smoke. എന്നാ പുകയുടെ മണം പോലും ഇല്ലായിരുന്നു. അപ്പൊ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, എടാ മക്കളെ, ഈ പതിവില്ലാത്ത പ്രതിസന്ധിയിൽ നിന്ന് നീ പുറത്ത് വരുമ്പം നെബൂഖദ്നേസർ ഉണ്ടാക്കിയിട്ട തീയുടെ മണം ചുമക്കാനുള്ളതല്ല ഈ ശരീരം. കേൾക്കണേ, ശ്രദ്ധിക്കണേ. നെബൂഖദ്നേസർ ഉണ്ടാക്കിയ തീയുടെ ആഫ്റ്റർ എഫക്റ്റ് ഈ ശരീരത്തുണ്ടാകുകയല്ലെന്ന് മാത്രമല്ല, അതിന്റെ മണം പോലും നിന്റെ ശരീരത്ത്. കേട്ടെ ശ്രദ്ധിച്ച്,
ശ്രദ്ധിച്ചേ, ആരോ പറയുന്നില്ലേ പാസ്റ്ററെ, ബ്രദറെ, നമ്മൾ പുറത്തു വന്നോ ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തു വന്നു. somehow we escaped from the fiery furnace. എങ്ങനോ തീച്ചൂളക്കകത്തുനിന്ന് നമ്മൾ പുറത്ത് വന്നു. പക്ഷേ ഇന്നും നമ്മളെ പിന്തുടരുന്ന ചില മണമുണ്ട്. ഞാൻ പറഞ്ഞേ, പുറത്ത് വന്നിട്ടും നിന്നെ പിന്തുടരുന്ന ചില ശക്തികളുണ്ട്. ചിലര് പറയത്തില്ലേ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ചിലര് പറയാറില്ലേ, പാസ്റ്ററെ, ഇന്നലെ അവളുടെ കുടുംബജീവിതത്തിൽ അനുഭവിച്ച ആ പ്രതിസന്ധിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അവൾക്ക് ഇന്നും ഉണ്ടെന്ന്. അല്ലെ, ചിലര് പറയത്തില്ല, ഇന്നലകളിൽ അവൾ കഴിച്ച ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ഇന്നും. അല്ലെങ്കിൽ ചിലർ പറയത്തില്ല, ഇന്നലകളിൽ അവൾ ഗോ ത്രൂ ചെയ്ത ആ കയ്പിന്റെ അനുഭവങ്ങൾ എവിടെയോ അവിടെ അകത്ത് ഇന്നും. ഞാനൊരു ദൂത് കൈമാറാം. ഇന്നലകളിൽ പിശാച് ഒരുക്കിയ പദ്ധതിയുടെ ആഫ്റ്റർ എഫക്റ്റ് ചുമക്കാനുള്ളതല്ല നിന്റെ ശരീരവും നിന്റെ മനസ്സും. ഇന്ന് പകലിൽ തീയുടെ മണം പോലും തട്ടാതെ, പ്രതിസന്ധിയുടെ മണം പോലും തട്ടാതെ സ്വർഗത്തിലെ ദൈവം ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും പുറത്തെടുത്തെങ്കിൽ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ ഇരു കരങ്ങളും ചേർത്തടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്തിട്ട് യേശുവിന്റെ നാമത്തിൽ ആ കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ച് അവൻ ദൈവത്തിന് ആരാധന കൊടുത്തിട്ട് പറ, തീയുടെ മണം തട്ടാതെ നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദൈവം. വിശ്വസിക്കാവോ? തീയുടെ മണം തട്ടാതെ ഇന്നും നിന്നെ ഹോണ്ട് ചെയ്യുന്ന ചിലത് കാണും, പിന്തുടരുന്ന ചില മണങ്ങൾ. ചിലര പ്രതിസന്ധിയിൽ നിന്ന് പുറത്ത് വന്നിട്ടും മനസ്സിനെ വല്ലാതെ പിന്തുടരുന്ന, അല്ലേ ആൻറ്റി, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. എന്നോട് കർത്താവ് പറയുന്നു, ഇന്ന് പകലത് കട്ട് ഓഫ് ആവും. നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രവചിക്കണം, എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ഞാൻ ഇന്നലകളിൽ കടന്നുപോയ പതിവില്ലാത്ത പ്രതിസന്ധിയുടെ മണം ചുമക്കാനുള്ളതല്ല, മറിച്ച് rather this body will carry the glory of God. ഇത് ദൈവത്തിൻ്റെ മഹത്വം ചുമക്കും, ഇത് ദൈവത്തിൻ്റെ മഹത്വം ചുമക്കും. വിശ്വസിക്കുന്നവരെ കണ്ണുകളൊക്കെ ഒന്ന് ദൈവസന്നിധിയിൽ അടക്കേ, എല്ലാ കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക, എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകൽ ചലിക്കട്ടെ. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാർവിൽ ചേർക്കും. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാർവിൽ ചേർക്കും. കരങ്ങളെല്ലാം ഉയർത്തേ. തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പാരന്നുയാരും ഉയരത്തിൽ നാഥൻ സന്നി. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹാ 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 ലേലുയാ ഹാ 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 ഹാ. ശബ്ദമുയർത്തി 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 ഹാ റശേഖേരിയ ലേലുയാ ഹാ 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 ലേലുയാ ഹാ 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 ലേലുയാ ഹാ 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 ലേലുയാ ഹാ 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 ഹാ. ശബ്ദമുയർത്തി ശബ്ദമുയർത്തി, നിർത്തരുത് നിർത്തരുത്, ആ കരങ്ങൾ ഉയർത്തി ഹാ ഹാ ലേലുയാ ഹാ 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 ലേലുയാ ഹാ ഹാ
യേശുവിന്റെ നാമത്തിൽ ആ ഇരു കരങ്ങൾ ചേർത്തടിച്ച് മഹത്വത്തിന്റെ പ്രത്യാശയായവന് ആ കരങ്ങൾ ചേർത്തടിച്ച് ആ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് പകലിൽ ചില പ്രതിസന്ധിയുടെ കാഠിന്യതകൾ നിഷ്ഫലമാകട്ടെ. ദൈവമഹത്വം കരമടിച്ച് അധരം തുറന്ന് യേശുവിന്റെ നാമത്തിൽ ആ പ്രതിസന്ധികൾ ഇപ്പോൾ വഴിമാറട്ടെ. In the name of Jesus. In the name of Jesus. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം ഒന്ന് കോർത്ത് പിടിച്ചേ. പതിവില്ലാത്ത പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കാം നിങ്ങളുടെ അടുത്തിരിക്കുന്നത്. പ്രാർത്ഥിച്ച് മനസ്സ് തുറക്ക്. Let that unusual heat become an unusual glory. ഒരു മഹത്വം വെളിപ്പെടട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവജനത്തിന്റെ മീതെ ആ ദൈവിക മഹത്വം ഇപ്പോൾ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ നിന്നും താഴേക്ക് വന്ന് പതിക്കട്ടെ. ദൈവാത്മാവ് അത് ചെയ്യുന്നതിന് നന്ദി. പതിവില്ലാത്ത മഹത്വം ഇവരിൽ, ഇവരുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ, ഭാവികളിൽ വെളിപ്പെട്ടു വരട്ടെ. അപ്പനത് ചെയ്യുന്നതിന് നന്ദി. ഈ സഭയുടെ അതിർവരമ്പുകൾ ദൈവം വിശാലമാക്കണം. ഓൺ ലാൻഡ് വെളിപ്പെടട്ടെ. പതിവില്ലാത്ത പല പ്രതിസന്ധികളും അനുഭവിച്ചെങ്കിൽ കഴക്കൂട്ടം പട്ടണത്തിനകത്ത് പതിവില്ലാത്ത മഹത്വത്തോടുകൂടി ക്രൈസ്റ്റ് ചർച്ചിനെ ദൈവാത്മാവ് മഹത്വത്തിൽ വർദ്ധിപ്പിക്കുന്ന ദിനങ്ങളാക്കി. തമ്പുരാനത് ചെയ്യുന്നതിന് നന്ദി. ജോബിനെ കുടുംബത്തെ തലമുറകളിൽ നിറഞ്ഞ മനസ്സോടെ ബ്ലസ് ചെയ്യുന്നു. തിരുകരം കൂടിരുന്ന് ആദരിക്കണം. ഒരുമിച്ച് തന്ന നല്ല നിമിഷത്തിന് നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ കരമുയർത്തി ഹല്ലേലൂയ. താങ്ക് യു സോ മച്ച്. ആമേൻ. പതിവില്ലാത്ത പ്രതിസന്ധി, പതിവില്ലാത്ത മഹത്വം. അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറ, അൺയൂഷ്വൽ ഹീറ്റ് വിൽ ടേൺ ഇൻടു അൺയൂഷ്വൽ ഗ്ലോറി. പതിവില്ലാത്ത ചൂട് പതിവില്ലാത്ത മഹത്വമാകും. എനിക്ക് അനുവദിച്ചതിലും 11 മിനിറ്റ് ഞാൻ അധികത്തിലെടുത്തു. സോറി മാൻ ഓഫ് ഗാഡ്. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നെക്സ്റ്റ് ടൈം ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണാം. കരങ്ങളടിച്ച് രാജാതിരാജാവിന് ശക്തിയോടെ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു.